ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജങ്ക് ജേണലാണ്. ജങ്ക് ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഴ്സൽ കവറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജങ്ക് ജേണൽ. ആക്ച്വലി ഈ ഒരു പാഴ്സൽ കവർ ഈ ചൈനീസ് വോക്കിൽ നിന്ന് ഞാൻ മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെ കവർ വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് ആ കവറിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് പോർഷനിലത് ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു പേജിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പേജിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പേപ്പർ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്യാം. സോ ആ പാഴ്സൽ കവറിൻ്റെ തന്നെ ഇന്നൊരു സൈഡിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പോർഷൻ കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ലേ, ഇത് ആക്ച്വലി നമുക്ക് ഷവർമയൊക്കെ റോളായിട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു റാപ്പർ ഉണ്ടാവില്ലേ, ആ റാപ്പർ പേപ്പറാണ്. ഞാൻ ആക്ച്വലി ഷവർമയ്ക്ക് അതിലാവുന്നതിന് മുന്നേ കുറച്ചൊരു പീസ് ഒന്ന് മാറ്റി വെച്ചതാണ്. അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പാഴ്സൽ കവറിൽ തന്നെ ഇതുപോലത്തെ ലോഗോ അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടമായ കാരണം ഞാൻ ഇതുപോലെ സ്പെഷ്യലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ സൈഡിൽ റാൻഡമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒപ്പം കിട്ടിയത് തന്നെ ഒരു ബില്ലും ഉണ്ടായിരുന്നു. ആ ബില്ല് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബില്ല് എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഒരു മാച്ചിങ് അല്ലാത്ത പോലെ തോന്നി. സോ നമ്മുടെ ഈ ഒരു ജേണലിലെ തീമിന് മാച്ച് ആകുന്ന പോലെ കുറച്ച് റെഡ്, ബ്ലാക്ക്, യെല്ലോ അങ്ങനത്തെ ഷെയ്ഡൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ചെറുതായിട്ട് ഹാർട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും കൂടെ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അതായത് നമ്മുടെ ഷവർമ റാപ്പർ പേപ്പർ ഇല്ലേ, അത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ബില്ല് ഇങ്ങനെയും തുറക്കാൻ പറ്റും, ലൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്നിട്ട് ബാക്കി വന്ന പോർഷൻ, അതായത് ബാക്ക് പോർഷനിൽ ഞാൻ പാഴ്സൽ കവറിൽ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പേജിലല്ലേ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡ് എനിക്ക് ബ്ലാങ്ക് ആയി പോയതുകൊണ്ട് സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഡോയിലി പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കോർണറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ പാഴ്സൽ കവർ ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് ചെയ്തത്. ആൻഡ് ഇതിന് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ മുന്നേയും ഒരു പാഴ്സൽ കവർ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും എനിക്ക് ഇഷ്ടം തോന്നിയത് ഇതാണ്, കാരണം ഇതിൻ്റെ കളറൊക്കെ തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ അത്രയേ ഉള്ളൂ.